ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അമീൻ സർ. തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് ചാനൽ വരുന്നെങ്കിൽ ഒന്ന് മക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം നമ്മൾ സോഷ്യൽ സയൻസ് എക്സാമിനേഷൻ നാളെ മീൻസ് മറ്റന്നാൾ നമ്മൾ എക്സാമിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. ഈ ബുക്കിൻ്റെ അവസാനത്തെ എക്സാമിനേഷൻ, നിങ്ങളുടെ 80 മാർക്കിന് രണ്ടാമത്തെ എക്സാമിനേഷൻ ഒക്കെയാണ്. നമുക്ക് അടിപൊളിയാക്കണം, സെറ്റാക്കണം. നിങ്ങൾ തമ്മിലേയും കണ്ടതുപോലെ ഈ 7 ചോദ്യം എൻ്റെ മക്കൾ പഠിച്ചോ, നാളത്തെ എക്സാം പേപ്പർ നിങ്ങൾ കാണാൻ പറ്റും. 100% ഷുവറാണ്. മാത്രമല്ല ഒരു കാര്യം കൂടി എൻ്റെ മക്കൾ പറഞ്ഞാൽ, ഈ ചോദ്യങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നാളെ കൃത്യം 7:15 ഒരു മെഗാ മാരത്തൺ വെക്കുന്നുണ്ട്. മക്കളെ മറക്കണ്ട, അങ്ങോട്ടേക്ക് വന്നേക്ക്. എല്ലാ കാര്യവും എന്താണെന്നുള്ള കൃത്യമായിട്ട് ഓരോ വർഷം വന്നതും കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരുന്നാണ് നമുക്ക് സെറ്റാക്കിയിട്ട് മാറ്റണം. സോ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നല്ലേ നമുക്കറിയാം. ഓരോ ചാപ്റ്റർ നമ്മൾ ചാപ്റ്റർ വൈസ് അനാലിസ് ചെയ്യുമ്പോൾ ഓരോന്നും കൃത്യമായിട്ട് മാർക്കുകൾ മാറ്റിയിട്ടുണ്ട്. പൊതുഭരണം എന്ന ചാപ്റ്ററിന് 1 മാർക്കിൻ്റെ ചോദ്യം എന്തായാലും ഉണ്ടാവും. അത് ഉറപ്പിച്ചോ. ഒന്നെങ്കിൽ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ എക്സാമ്പിൾസോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിന് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും 100%. എങ്ങനെയാണ് ഏതൊക്കെ ചോദ്യങ്ങളിലെ മെഗാ മാരത്തോൺ ഞാൻ പറഞ്ഞു തരണം കേട്ടോ. അതേപോലെ 3 മാർക്ക് ചോദ്യം, അത് നമുക്ക് ഇപ്പം ഡിസ്കസ് ചെയ്യും. പിന്നെ സമരം സ്വാതന്ത്ര്യം 4 മാർക്ക് ചോദ്യം ഉണ്ടാവും. ആ 4 മാർക്കിന് ഒരു വട്ടം നിസ്സാഗരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ സമരം നിയമലംഘനം ചോദിച്ചിട്ടുണ്ട്, നിസ്സാഗരം ചോദിച്ചിട്ടുണ്ട്, കിറ്റിന്റെ മൂവ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും ഗാന്ധിജിന്റെ സ്ട്രഗിൾസ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം ഏതെന്നുള്ളത് അത് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യും. അതിന് ഓരോ വർഷം കേരളം ആധുനികതയിലേക്ക് ടാബിൾ വരുമെന്ന് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ടാബിൾ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് സാംസ്കാരികവും ദേശീയതാണ്. അപ്പം കേരളം ആധുനികതയിൽ എന്താണെന്ന് വരുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ പഴശ്ശി കലാപം ചോദിക്കാം, അതല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം ഡിഫറൻസും ചോദിക്കാം. അങ്ങനെ എല്ലാ കാര്യവും നമ്മൾ എന്ത് ചെയ്യും, ഈ ചാപ്റ്റർ വൈസ് അനാലിസും ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യത്തിലേക്ക് കടന്നാലോ. സോ വീഡിയോക്ക് എന്തായാലും എൻ്റെ മക്കളൊന്ന് ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്യാൻ എൻ്റെ മക്കളൊന്ന് മറക്കരുത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എക്സ്പ്ലെയിൻ ദ സെൻട്രൽ സർവീസ് വിത്ത് എക്സാമ്പിൾ. കേന്ദ്ര സർവീസിന് ഉദാഹരണ സഹിതം എഴുതുക. ഇതായിരുന്നു മോഡലിന് ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പം ഇതേ ചോദ്യം എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ പ്രാവശ്യം വേണമെങ്കിൽ എല്ലാം ചോദിക്കാം. സെൻട്രൽ മാറ്റി സ്റ്റേറ്റ് ആവാം, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസ് ആക്കാം. എല്ലാ സർവീസും എൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചേച്ച് വെക്കണം. സോ എങ്ങനെയാണ് നമുക്ക് നോക്കാം. പക്ഷേ ഈ രീതി പഠിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ഈ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കുക എന്നുള്ളത്. നോക്കാം. 3 സർവീസുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഓൾ ഇന്ത്യ സർവീസ് ഉണ്ട്, സെൻട്രൽ സർവീസ് ഉണ്ട്, സ്റ്റേറ്റ് സർവീസ് ഉണ്ട്. എന്ത് ചോദിച്ചോട്ടെ, 3 മാർക്കിനാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അതിൽ എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത്, എങ്ങനെയാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്, നിയമിക്കുന്നത്, എക്സാമ്പിൾസ്, ഇത് പഠിച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞു. നമുക്ക് നോക്കാം. റിക്രൂട്ട് ചെയ്യൽ ഓൾ ഇന്ത്യ സർവീസിൽ നാഷണൽ ലെവലിലാണ്, ദേശീയ തലത്തിലാണ് എന്ത് ചെയ്യൽ തിരഞ്ഞെടുക്കുന്നത് മനസ്സിലാക്കി വെക്കാം. ദേശീയ തലത്തിലാണെന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കാം. നാഷണൽ ലെവലിലാണ് എന്ത് ചെയ്യുക മക്കൾ മനസ്സിലാക്കി വെക്കാം. നാഷണൽ ലെവൽ ദേശീയ തലത്തിലാണ്. മലയാളത്തിൽ നമ്മൾ ദേശീയ തലത്തിൽ എന്ന് പറയും. ഒന്നിന് മാത്രം മലയാളം എഴുതുന്നുള്ളൂ കേട്ടോ മക്കളെ, ബാക്കി നിങ്ങൾ മനസ്സിലാക്കി കേട്ടോ. ഓൾസോ റിക്രൂട്ടഡ് ആയിട്ട് സെൻട്രൽ സർവീസ്, കേന്ദ്ര സർവീസിലും എവിടെ തന്നെയാണ്, നാഷണൽ ലെവൽ തന്നെയാണ്. നാഷണൽ ലെവൽ തന്നെയാണ്. ഓൾസോ സ്റ്റേറ്റ് സർവീസ് നാഷണൽ ലെവലല്ല, അത് സ്റ്റേറ്റ് ലെവലാണ് മനസ്സിലാക്കി കേട്ടോ. സംസ്ഥാന തലത്തിലാണ് എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കാം. സ്റ്റേറ്റ് ലെവൽ തന്നെയാണ് എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കാം. ഇനി അതേപോലെ നിയമിക്കുന്നത് ഓൾ ഇന്ത്യ സർവീസിലുള്ള ആൾക്കാരാണ് IAS-ഉം IPS-ഉം. ഇവരെവിടെയൊക്കെ നിയമിക്കും നോക്കാം നമുക്ക്. IAS ആയാലും IPS ആയാലും, IAS-ന് ഫുള്ളി ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസാണ്, IPS-നുള്ള ഇന്ത്യൻ പോലീസ് സർവീസാണ്. ഇവരൊക്കെ നിയമിക്കൽ എവിടെയാണ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് സർവീസ് ആണ് മനസ്സിലാക്കി വെക്കാം. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് സർവീസ്. മലയാളത്തിൽ പറയും കേന്ദ്ര സംസ്ഥാന സർവീസിലാണ്. സെൻട്രൽ സർവീസിലെ ആൾക്കാർ ഇതാണ് മക്കളെ നിങ്ങൾക്ക് മാറാറുള്ളതും ഇതിലാണ് ഒരുപാട് ആൾക്കാർക്ക് മാർക്ക് പോകാറുള്ളതും. നമ്മളെല്ലാവരും സെൻട്രൽ സർവീസിന് എഴുതി വെക്കും, തെറ്റാണ്. സെൻട്രൽ സർവീസിലെല്ലാം നിയമിക്കില്ല. സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലി, അഥവാ കേന്ദ്ര ഗവൺമെൻറ് മാത്രം അധികാരമുള്ള വകുപ്പുകളിൽ മാത്രമാണ്. അത് ആ രീതിയിൽ തന്നെ എൻ്റെ മക്കൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലി, സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലി, സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലി ആണ് ചെയ്യാൻ എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. അധികാരമുള്ളിടത്ത് മാത്രം. അതേപോലെ തന്നെയാണ് ഇവിടെയും വരിക. സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലി, സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലി ആണ് എന്ത് ചെയ്യുക എൻ്റെ മക്കളും ഇവിടെ എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക. എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. ഇതിന് എക്സാമ്പിൾസ് ആണ് IRS ആൻഡ് IPS, IRS ആൻഡ് IPS മനസ്സിലാക്കി. IRS ആൻഡ് IFS, എനിക്ക് മാറേട്ടോ, സോറി കേട്ടോ മക്കളെ. IFS ഇതിന് എക്സാമ്പിളാണ്. സെയിൽ ടാക്സ് ഓഫീസർ, അഗ്രികൾച്ചർ ഓഫീസേഴ്സ് ഒക്കെ എന്ത് ചെയ്യാൻ നമുക്ക് എടുക്കാം. കുറച്ച് കാര്യം കൂടി എൻ്റെ മക്കൾ ഇതിൽ അറിഞ്ഞു വെക്കണം. 1 മാർക്കിന് ചോദ്യം ഇവിടുന്ന് വരുന്നത് തന്നെയാണ്. ഈ IAS-ലെയും IPS-ലെയും അല്ലെങ്കിൽ സെൻട്രൽ സർവീസിലും ഓൾ ഇന്ത്യ സർവീസിലെ ആൾക്കാർ റിക്രൂട്ട് ചെയ്യൽ UPSC ആണെന്ന് ചെയ്യാൻ എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കണം. UPSC-ൻ്റെ ചെയർമാൻ തിരഞ്ഞെടുക്കൽ അല്ലെങ്കിൽ UPSC-ൻ്റെ ആൾക്കാർ തിരഞ്ഞെടുക്കൽ ആർ തന്നെയാണ്, പ്രസിഡൻ്റ് ആണ് മനസ്സിലാക്കി വെക്കണം. അങ്ങനെ സെയിൽ ടാക്സ് ഓഫീസേഴ്സിനൊക്കെ തിരഞ്ഞെടുക്കൽ PSC ആണ്, സ്റ്റേറ്റ് PSC ആണ്, SPSC എന്ന് പറയും, സ്റ്റേറ്റ് PSC ആണ്. ഇവരെ തിരഞ്ഞെടുക്കൽ ഗവർണർ ആണെന്ന് എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കി വെക്കണം. അതേപോലെ തന്നെ
UPSCയെയും PSCയെയും നമ്മൾ അറിയപ്പെടില്ല എന്താ അറിയോ, ഭരണഘടനാ സ്ഥാപനം എന്നറിയപ്പെടുക കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് എന്ന് മനസ്സിലാക്കി വെക്കണം. കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇത്. എൻ്റെ മക്കൾ പഠിച്ചേച്ച് വെക്കണം, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഇതിന് എന്ത് വന്നാലും 3 മാർക്ക് ചോദ്യങ്ങൾ വന്നാൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ കുറേ കാലമായിട്ട് നമ്മൾ കാണാത്തതും ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മക്കളെ, ഈ പ്രാവശ്യത്തെ എക്സാമിന് നിങ്ങൾ കാണാൻ ചാൻസിലാണ് എക്സ്പ്ലെയിൻ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇ ഗവർണൻസ്. ഇ ഗവർണൻസിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കണം. സ്വാഭാവികമായിട്ട് ഇ ഗവർണൻസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഇതാണ്. ഇതിനേക്കാൾ സിമ്പിളായി നിങ്ങൾക്ക് എന്ത് ഈ രീതിയിൽ ഒന്ന് പഠിച്ചു വെക്കുക. ഇ ഗവർണൻസിൻ്റെ എക്സാമ്പിളാണ് അക്ഷയ. എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? ഒന്ന്, യൂസ് ഓഫ് ഇലക്ട്രോണിക് ടെക്നോളജി, വിവര സാങ്കേതിക വിദ്യ സഹായം നേടാം. ലെസ് എക്സ്പെൻസ്, ചെറിയ എന്തേ ഉള്ളൂ, ചിലവേ ഉള്ളൂ. മാത്രമല്ല നീഡ് നോട്ട് വെയിറ്റ്, നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഗവൺമെൻറ് സർവീസസ് ഓഫർ സ്പീഡിലി, ഗവൺമെൻറ്റിൻ്റെ സർവീസുകളൊക്കെ എന്ത് ചെയ്യും, വേഗത്തിൽ നടപ്പിലാവും. എഫിഷ്യൻസി ഓഫീസുകളുടെ കാര്യക്ഷമത വർദ്ധിക്കും. ഇതായിരിക്കും എൻ്റെ മക്കൾക്ക് ഒന്നും കൂടി പഠിക്കാൻ സിമ്പിൾ. എൻ്റെ മക്കൾ ഒന്ന് കമൻറ്റ് ചെയ്യണം, A ആണോ B ആണോ പഠിക്കാൻ സിമ്പിൾ? മക്കളെ ഈ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, നമ്മളെ ഞായറാഴ്ച രാത്രിത്തെ ലൈവിൽ കൃത്യമായിട്ട് പഠിപ്പിക്കാൻ പോകുന്നത് ഇതേപോലെ എല്ലാ പോയിന്റ് നമ്മൾ ഷോർട്ടാക്കിയിട്ട് സെറ്റാക്കിയിട്ട് മാറ്റും. സോ ഇത് നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ചിട്ട് വെക്കണം. ഇനി അടുത്തതാണ് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന ചാപ്റ്റർ 4 മാർക്കും ചോദിക്കാറുണ്ട്. ഈ രീതിയിലൊരു ചോദ്യം എൻ്റെ മക്കൾക്ക് കാണാൻ ചാൻസ് ഉണ്ട്. വെറൈറ്റി ആണ്. അനാലിസ് ദ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഗാന്ധിജി ആസ് എ പാർട്ട് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റിൽ ഗാന്ധിജി കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് എന്തൊക്കെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കാം. അഥവാ നോൺ കോപ്പറേഷനിൽ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇതൊക്കെ കട്ടിയുണ്ടല്ലോ, ഒന്ന് കട്ടി ഓർക്കട്ടെ. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ആലോചിക്കാം. ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നടന്നത് നമുക്കറിയാം 1920-ലാണ്. ആ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നടന്ന സമയത്ത് ഗാന്ധിജി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ, കുറേ കാര്യങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യാൻ പറഞ്ഞു, ഡിനൈൽ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, ഗാന്ധിജി കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് തുടങ്ങി. അതെന്ത് ചെയ്യണം എൻ്റെ മക്കൾ ഓരോ പോയിന്റ് പഠിച്ചു വെക്കണേ. ഒന്നാമത്തെ പോയിന്റ്, പീപ്പിൾ ബിഗാൻ ടു മേക്ക് ഇൻഡിജിയസ് പ്രൊഡക്റ്റ്, തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. സ്പിൻ ഖാദി ക്ലോത്ത് യൂസിങ് ചർക്ക, അതേപോലെ ചർക്ക ഉപയോഗിച്ച് ഖാദി വസ്ത്രങ്ങൾ എന്ത് ചെയ്തു, നെയ്തുണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ എസ്റ്റാബ്ലിഷ് ദ നാഷണൽ മൂവ്മെന്റ്, കാശി വിദ്യാപീഠ്, ഗുജറാത്തി വിദ്യാപീഠ്, ജാമിയ മില്ലിയ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ പോപ്പുലറൈസ്ഡ് ഹിന്ദി എന്ത് ചെയ്തിട്ടുണ്ട്, പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റുഡൻസ് ഹു ബൈക്കോട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ കാലത്ത് പ്രധാനമായിട്ട് ചെയ്ത ഇൻഡിജിയസ് പ്രൊഡക്റ്റുകൾ പെട്ടതാണ്. അതെന്ത് ചെയ്യണം, എൻ്റെ മക്കളൊന്ന് മനസ്സിലാക്കി വെക്കണം. അതേപോലെ തന്നെ ഒന്ന് മനസ്സിലാക്കി വെച്ചോ, നിങ്ങൾക്ക് ഈ പ്രാവശ്യം ഞാൻ പറയുകയാണ്, സ്ട്രഗിൾ ആൻഡ് ഫ്രീഡത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈ പ്രാവശ്യം നോൺ കോപ്പറേഷൻ ആണ് മോഡലിന് വെച്ചത്. കഴിഞ്ഞ പബ്ലിക് എക്സാമിനും മോഡൽ നോൺ കോപ്പറേഷൻ വെച്ചത്. അതുകൊണ്ട് ഉറപ്പിച്ചോളി, സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് വരാൻ പോവുക ഒന്നെങ്കിൽ കിറ്റ് ഇന്ത്യ, മീൻസ് വെറുതെ പറയല്ല, ഒന്നെങ്കിൽ കിറ്റ് ഇന്ത്യ ചോദിക്കാം, അതല്ലെങ്കിൽ സിവിൽ ഡിസൊബീഡിയൻസ് ചോദിക്കാം. സിവിൽ ഡിസൊബീഡിയൻസിലുള്ള സാൾട്ട് സത്യാഗ്രഹങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. പഠിച്ചു വെച്ചോ. കിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് ചെറിയ കുറിപ്പ് തയ്യാറാക്കാം. ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ക്വിറ്റ് സമരം ഉണ്ടാകാനുള്ള കാരണം പഠിക്കുക. 3 എണ്ണമാണ്. ഒന്നാമത്തേത് റിലക്റ്റൻസ് ഓഫ് ബ്രിട്ടീഷ് ടു ഇംപ്ലിമെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടീഷുകാർ കാണിച്ച വൈമാനസ്യമാണ്. മാത്രമല്ല പബ്ലിക് ഡിസ്കസ് വിത്ത് പ്രൈസ് ഹൈക്ക് ആൻഡ് ഫമൈൻ, വിലക്കയറ്റം ക്ഷാമം മൂലം ജനങ്ങളുടെ അതൃപ്തി തന്നെയാണ്. അടുത്താണ് ദ അസംഷൻ ഓഫ് ദാറ്റ് ബ്രിട്ടീഷ് വുഡ് ബി ഡിഫീറ്റഡ് ഇൻ സെക്കൻഡ് വേൾഡ് വാർ. കിറ്റ് ഇന്ത്യ നടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 1942 നടക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം തന്നെ 2ാം ലോക യുദ്ധത്തിൽ ബ്രിട്ടന് പരാജയപ്പെടുന്ന തോന്നൽ. ഈ 3 കാര്യങ്ങളാണ് എന്ത് ഇപ്പോൾ കിറ്റ് ഇന്ത്യ സമരം നടക്കാണ്ടായ പ്രധാനപ്പെട്ട കാരണം. ഇത് നടന്നപ്പോൾ എന്ത് ചെയ്തെന്നറിയോ, ഗാന്ധി കൃത്യമായിട്ട് ഓരോരുത്തരോടും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞത് ആരോടാണ്, ഫാമേഴ്സിനോട് പറഞ്ഞു ഇനി മുതൽ എന്ത് കൊടുക്കരുത്, ടാക്സ് കൊടുക്കരുത്, ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്. അടുത്ത പറഞ്ഞു ആർമിക്കാരോട് നിന്ന് സോൾജിയേഴ്സ് ഷാൾ ഡിസോബേ ദ ഓർഡർ ആൻഡ് കിൽ ദ ഇന്ത്യൻസ്. എന്ത് ചെയ്യാൻ പറഞ്ഞു, ഇതിൻ്റെ മലയാളം കേട്ടോ, പട്ടാളക്കാർ സ്ഥാനം വെടിയാതെ സ്വന്തം ആൾക്കാർ നേരെ വെടിവെക്കാൻ ചെയ്യണം, വിസമ്മതിക്കണം പറഞ്ഞു. അടുത്താണ് ഗവൺമെൻറ് ഒഫീഷ്യൽസിനോട് പറഞ്ഞത് ഡിസ്കോസ് ദെയർ ലോയാലിറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിത്തൗട്ട് റിസൈനിങ് ദ പൊസിഷൻസ് വിടാതെ എന്ത് ചെയ്യാൻ കൂറ് പരസ്യമാക്കാൻ ചെയ്തു പറഞ്ഞു. മാത്രമല്ല ലാസ്റ്റ് സ്റ്റുഡൻസിനോട് പറഞ്ഞു ഷാൾ ബോയ്ക്കോട്ട് സ്കൂൾ ടിൽ ഒബ്റ്റെയിനിങ് ദ ഫ്രീഡം കിട്ടുന്നവരെ സ്വാതന്ത്ര്യപ്രാപ്തി വരെ ഇതാക്കണമെന്ന്. അവിടെ കിറ്റ് ഇന്ത്യ തന്നെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കിറ്റ് ഇന്ത്യൻ്റെ പോയിന്റ്സ് നന്നായിട്ട് പഠിക്കുക. ഇതായിരിക്കും ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളത്. ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, അറിഞ്ഞിട്ട് വെക്കുക. റെഡിയാണല്ലോ. അതേപോലെ 8ാമത്തെ ചാപ്റ്ററിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ടേബിൾ വരാം, ഒന്നെങ്കിൽ ടേബിൾ വരാം അല്ലെങ്കിൽ കുറിപ്പ് വരാം. കാരണം മോഡൽ എക്സാമിന് വന്നത് കുറിപ്പാണ്. അതുകൊണ്ട് പബ്ലിക് എക്സാമിന് നിങ്ങൾ ടേബിൾ പ്രതീക്ഷിക്കേണ്ട, നോട്ട് പ്രതീക്ഷിക്കാതെ കുറിപ്പ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾ ചോദിക്കാൻ ചാൻസുള്ളതാണ് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചിട്ടും ഗുരുവായൂർ സത്യാഗ്രഹത്തിനെ കുറിച്ചും പ്രാധാന്യം വിശദമാക്കുക എന്ന് ചോദിക്കും. അത് പഠിച്ചു വെക്കണം. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം മനസ്സിലാക്കി വെക്കുക. വർഷം ആദ്യം മനസ്സിലാക്കി വെക്കണം. വൈക്കം സത്യാഗ്രഹം 924 ടി കെ മാധവൻ നേതൃത്വത്തിലാണെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹം 931 കെ കേളപ്പൻ നേതൃത്വത്തിലാണ്. നമുക്ക് ഓരോന്ന് നോക്കട്ടെ. എന്ത് കുറിപ്പ് ചോദിച്ചാലും ഒരു ടൈറ്റിൽ എഴുതി വെക്കുക. വൈക്കം സത്യാഗ്രഹം ആ വർഷം എഴുതി വെക്കാം, ലെഡ് ബൈ ടി കെ മാധവൻ.
എന്നിട്ട് എഴുതി വെക്കുന്നത് മേജർ സ്ട്രഗിൾ ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ കേരള ഫോർ ക്ലെയിമിംഗ് ദ റൈറ്റ് ടു ട്രാവൽ. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന സമരമാണ്. അതേപോലെ മന്നത്ത് പത്മനാഭൻ ഓർഗനൈസ് സവർണ ജാഥ. മന്നത്ത് പത്മനാഭൻ എന്ത് ചെയ്തിട്ടുണ്ട്? സവർണശാല അല്ല, സവർണ ജാഥ കേട്ടോ, സവർണ ജാഥ നടത്തിയിട്ടുണ്ട്. ലോവർ കാസ്റ്റ് സെക്യൂർഡ് പെർമിഷൻ ടു ട്രാവൽ ത്രൂ ദ റോഡ്സ് വൈക്കം ടെമ്പിൾ. അവസാനം എന്താണ് റിസൾട്ട്? അവർക്ക് എന്ത് ചെയ്തു? സെക്യൂർഡ് ആയിട്ട് പോകാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഇത് പഠിക്കൽ, ഇത് നമ്മൾ ഇതില്ലേ നമ്മുടെ മാരത്തോൺ ലൈവ് ഇല്ലേ മക്കളെ, മാരത്തോൺ ലൈവിൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറിയോ, ഇതിന് ഈ രീതിയിൽ 2 പട്ടിക ആക്കും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും? ലീഡർ എന്താണ് റീസണ്, ആരാണ് സപ്പോർട്ട് ചെയ്തിരുന്നത്, എന്താണ് റിസൾട്ട്, ഈ രീതിയിലാക്കിയിട്ട് പട്ടികപ്പെടുത്തി ഇത് മൊത്തം ഷോർട്ടാക്കി പഠിക്കും. മാരത്തോണാണ്, മറക്കണ്ട. 7:15 ഞായറാഴ്ച രാത്രി. അന്ന് ഞാൻ അവിടെ പറഞ്ഞുതരും കേട്ടോ. അപ്പോൾ ഇത് എന്ത് വൈക്കം സത്യാഗ്രഹം. അതേപോലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പോയിന്റ്സ് ഇത്രയും കാര്യങ്ങളാണ്. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് കെ കേളപ്പൻ ഡിമാൻഡിങ് എൻട്രി ഫോർ ഓൾ കാസ്റ്റ് ഓഫ് ഹിന്ദുസ് ആണ്. മാത്രമല്ല ഇതിന് സഹായിച്ച ആളാണ് വളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ AKG എന്ന് പറയുന്ന ആളാണ്. അതേപോലെ P കൃഷ്ണപിള്ള വാസ് അറ്റാക്ക്ഡ് ഡ്യൂറിങ് ദ സത്യാഗ്രഹ. ഈ സമരത്തിനിടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? P കൃഷ്ണപിള്ള മർദ്ദത്തിന് ഇരയായിട്ടുണ്ട്. ആഫ്റ്റർ ദ ഫോളോയിങ് ദ പോപ്പുലർ പ്രൊട്ടസ്റ്റ്, ഈ സമരത്തിൽ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ വാസ് അനൗൺസ്ഡ് 12 നവംബർ 1916 ട്രാവൻകൂറിൽ നടത്തിയിട്ടുണ്ട്. ഇത് രണ്ടും എന്താണ് പഠിച്ചു വേണം. സോ അതേപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് പഴശ്ശി റിവോൾട്ട്. ഇത് നന്നായിട്ട് തന്നെ മക്കൾ പഠിച്ചു വെക്കണം. സ്വാഭാവികമായിട്ട് പഴശ്ശി റിവോൾട്ട് പഠിക്കുമ്പോൾ എല്ലാവരും ഡൗട്ടാണ്, എന്താ പഠിക്കേണ്ടത്, എവിടുന്നാണ് തുടങ്ങേണ്ടതൊക്കെ ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് ആ കഥ അറിഞ്ഞാൽ മതി, ബാക്കി നിങ്ങൾ ഓൺവേർഡ്സിൽ എഴുതിയാൽ മതി. എന്താ സാറേ, അപ്പോൾ ഏതൊക്കെ പോയിന്റ് വേണം ഞാൻ കാണിച്ചു തരാം. നോക്കിയാൽ പഴശ്ശിനെ കുറിച്ച് അറിയുമ്പോൾ പഴശ്ശിനെ നമ്മൾ എന്താ വിളിക്കൽ? കേരള വർമ്മ പഴശ്ശിരാജയാണ്. കേരള വർമ്മ പഴശ്ശിരാജയാണ്. എന്ത് ചെയ്യാൻ മക്കളെ മനസ്സിലാക്കി വെക്കുക. ഈ പഴശ്ശിരാജൻ്റെ കഥ നമ്മൾ പറയാൻ വേണ്ടി പോട്ടോ, പഴശ്ശിരാജൻ്റെ കഥ പറയാൻ വേണ്ടി പോവാണ്. പഴശ്ശി അന്ന് കോട്ടയം എന്ന് പറഞ്ഞ പ്രദേശം അഥവാ കോഴിക്കോട് അടുത്ത് കോട്ടയം എന്ന പ്രദേശത്തായിരുന്നു അദ്ദേഹം ജനിച്ചിരുന്നത്. ആ പ്രദേശത്ത് ടാക്സ് പിരിക്കാനുള്ള അവസരം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു അറിയോ? ബ്രിട്ടീഷുകാർ ഓഫറായി നൽകി. ബട്ട് ഒരു കാര്യമുണ്ട്, മൈസൂർ രാജാക്കന്മാരെ ഡിഫീറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഓഫർ നൽകാമെന്ന് പറഞ്ഞു. അഥവാ കോട്ടയം പറഞ്ഞ പ്രദേശത്ത് ടാക്സ് പിരിക്കാൻ അവസരം ബ്രിട്ടീഷുകാർ ഓഫർ നൽകി മൈസൂർ രാജാക്കന്മാരെ ഡിഫീറ്റ് ചെയ്യുകയാണെങ്കിൽ. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു? കേരള വർമ്മ പഴശ്ശിരാജ മൈസൂർ രാജാക്കന്മാരെ ഡിഫീറ്റ് ചെയ്യാൻ സഹായിച്ചു. ആ സമയത്ത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തറിയോ? ആ ഓഫർ നിരസിക്കുക മാത്രമല്ല, എന്ത് ചെയ്തറിയോ? മോർ ഓവർ ഏതിന് മേത്തിൽ അധികാരം വേണമെന്ന് പറഞ്ഞു? വയനാടിന് മുകളിൽ അധികാരം വേണം കൂടി പറഞ്ഞു. സ്വാഭാവികമായിട്ട് പ്രശ്നമായി. പഴശ്ശി എന്ത് ചെയ്തു? പഴശ്ശി സ്റ്റാർട്ടഡ് എ വാർ. ഒരു വാർ സ്റ്റാർട്ട് ചെയ്തു. വാറിനാണ് സ്റ്റാർട്ട് എ വാർ. ആ വാറിൻ്റെ പേരാണ് ഗൊറില്ല വാർ എന്ന് പറയും. ഒളിപ്പോർ യുദ്ധം എന്ന് പറയും. 1 മന്തോളം എന്ത് ചെയ്തു? ഒളിപ്പോർ യുദ്ധം നടന്നിട്ടുണ്ട്. 1 മാസത്തോളം നടന്നിട്ടുണ്ട്. ആഫ്റ്റർ 1 മന്ത് എന്ത് ചെയ്തു? 1805 നവംബർ 13 എന്ത് ചെയ്തു? മാവിലാം തോട്. അത് നിങ്ങളുടെ ബുക്കിലില്ല കേട്ടോ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. മാവിലാം തോടൊക്കെ എന്താണ് ആ സ്ഥലം എഴുതി വെക്കുക. എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇല്ലാത്ത പോയിന്റ് എക്സ്ട്രാ നിങ്ങൾ ആഡ് ചെയ്യല്ലേ. മാവിലാം തോട് വെച്ചിട്ട് എന്ത് ചെയ്യാണ്? മരണപ്പെടുകയാണ്. 13th ആണ്, 30 അല്ല 13th ആണ് കേട്ടോ, 30 കേട്ടോ, സോറി 30 മനസ്സിലാക്കി വെക്കാം. സപ്പോർട്ടേഴ്സ് ചെയ്തിരുന്ന ആൾക്കാരുടെ പേരും കൂടി എന്ത് ചെയ്യുക? നിങ്ങൾ എഴുതി വെക്കുക. 4 മാർക്കിന് ഇതന്നെ ധാരാളമാണ് കേട്ടോ. സപ്പോർട്ടേഴ്സ് ഓർമ്മ ഉണ്ടല്ലോ, പെണ്ണെന്തോ പറ്റിയിട്ടുണ്ടോ, അപ്പം എന്നെ കളർ പിടിക്കില്ല. സപ്പോർട്ടേഴ്സിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാലോ. ഒന്ന് തലക്കൽ ചന്തു, ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുൻ നായർ, എടച്ചന കുങ്കൻ. അപ്പോൾ ഇത്ര പോയിന്റ് മക്കളെ എഴുതിയാൽ മതി. കണ്ടോ, ഈ രീതിയിൽ കഥ ആലോചിക്കുക. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കിട്ടും. അപ്പോൾ കണ്ടില്ല, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റ്സ് നിങ്ങൾ പഠിച്ച് വെച്ചാൽ മതി. ഇതാണ് പഴശ്ശി റിവോൾട്ട്. നാളത്തെ എക്സാം ചോദിക്കാൻ ചാൻസ് ഉള്ളതാ, മനസ്സിലാക്കി വെക്കാം. അടുത്തതാണ് സമൂഹശാസ്ത്ര പഠനത്തിന് സാധാരണ ഉപയോഗിക്കുന്ന 4 പഠന രീതികൾ. അഥവാ സോഷ്യോളജി വാട്ട് ആൻഡ് വൈ എന്ന ചാപ്റ്ററാണ്. 3 മാർക്കിനാണ് ചോദ്യം വരിക. ഉറപ്പിച്ചോ, ഇന്റർവ്യൂ ഇപ്പോൾ വന്നതുകൊണ്ട് ഇതൊന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഒബ്സർവേഷൻ ആണ്. ഒബ്സർവേഷൻ നന്നായിട്ട് തന്നെ മക്കൾ പഠിച്ചു വെച്ച് ചോദിക്കാം. അതല്ലെങ്കിൽ ഉറപ്പിച്ചോ സോഷ്യൽ സർവേ. ഇതിൽ ഏതെങ്കിലും ഒന്ന് നാളത്തെ എക്സാമിനേഷൻ ആളുള്ള നിങ്ങൾക്ക് കാണാൻ ചാൻസ് ഉള്ളതാണ്. എന്തൊക്കെയാണ് അതിൽ പെടുന്ന പ്രധാനപ്പെട്ട സമൂഹശാസ്ത്രത്തിൽ പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഒന്ന് ഏതാണ്? സോഷ്യൽ സർവേ. അടുത്തതാണ് ഇൻ്റർവ്യൂ. അടുത്തതാണ് ഒബ്സർവേഷൻ. അടുത്തതാണ് കേസ് സ്റ്റഡി. ഇതാണ് 3 എന്ത് നമ്മളുടെ സ്റ്റഡി ഓഫ് സോഷ്യോളജി ഉൾപ്പെടുന്നത്. ഇതിൽ എന്ത് ചെയ്യാം? ഒബ്സർവേഷൻ മെത്തേഡ് നന്നായിട്ട് പഠിച്ചു വെക്കാം. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, മറക്കേണ്ട, ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യം വരാൻ ചാൻസ് കൂടുതലാണ്.
ചോദ്യം വരാൻ ചാൻസ് കൂടുതലാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്സർവേഷൻ മെത്തേഡ് നോക്കിക്കോളി. ഒബ്സർവേഷൻ മെത്തേഡ് ഈസ് ബൈ വിച്ച് വാട്ട് എവർ സീൻ ഹിയർഡ് ആൻഡ് എക്സ്പീരിയൻസ് ഈസ് റെക്കോർഡഡ് ട്രൂത്ത്ഫുള്ളി. എന്തൊക്കെയാണോ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും അതിനെയാണ് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെയാണ് സത്യസന്ധമായി രേഖപ്പെടുത്തുന്ന രീതിയാണ് നിരീക്ഷണം എന്ന് പറയാം. ഇൻഫർമേഷൻ ദസ് കളക്റ്റഡ് ഡയറക്ട്ലി കറക്റ്റ് അസസ്മെൻറ്റ്, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, വിലയിരുത്താൻ സഹായിക്കുന്നുണ്ട്. ഇത് രണ്ട് രീതിയിലുണ്ട്, പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ഉണ്ട്. ഇത് ഇവിടെ തന്നെ പഠിച്ചോളി. പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരാളെ എടുത്ത് പോയിട്ട് അവിടെ നിന്ന് കൃത്യമായിട്ട് പഠിക്കുന്നതിനാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് അറിയാം. നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ ഔട്ടർ, നമ്മൾ പുറത്ത് നിന്നിട്ട് അത് വീക്ഷിക്കുകയും പുറത്തുനിന്ന് കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുന്നതാണ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുക. ഇത് രണ്ടും നന്നായിട്ട് പഠിച്ചോ, നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കുന്നതാണ്. നോക്കിക്കോളി. സോ 2 ടൈപ്പ് ഓഫ് കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് ഓരോ നോക്കാം. നമുക്ക് ആദ്യം പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ നോക്കാം. ഇത്രയേ ഉള്ളൂ. റിസർച്ചർ കളക്റ്റഡ് ഇൻഫർമേഷൻ ഡയറക്ട്ലി ഫ്രം ദ ഏരിയ അണ്ടർ കോൾഡ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. അഥവാ സമൂഹശാസ്ത്രത്തിൽ വളരെ പ്രചാരത്തിലുള്ള രീതി തന്നെയാണ് എന്ത് പറയുക, ഡയറക്ട്ലി ആണ് എന്ത് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ പോപ്പുലർ മെത്തേഡ് ഇൻ സോഷ്യോളജി സ്റ്റേറ്റ്സ് ദ പോപ്പുലേഷൻ അണ്ടർസ്റ്റാൻഡ് ദെയർ ലൈഫ്. അഥവാ ഇത്രയേ ഉള്ളൂ. സമൂഹശാസ്ത്രം വളരെ പ്രചാരത്തിലുള്ള രീതി തന്നെയാണ് എന്ത് നമ്മളുടെ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഘത്തിൽ താമസിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കുന്ന രീതിയാണ് പങ്കാളിത്ത നിരീക്ഷണം എന്ന് എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെയാണ് പങ്കാളിത്ത നിരീക്ഷണം പ്രത്യേകം നോക്കാട്ടോ. ദ റിസർച്ചേഴ്സ് ലേൺ ദെയർ ലാംഗ്വേജ്, കൾച്ചർ എക്സെട്ര ആൻഡ് ബിക്കം ദ പാർട്ട് ഓഫ് ദെയർ ലൈഫ്. ഇതിനായി ഗവേഷകർ അവരുടെ ഭാഷ, സംസ്കാരം എന്നിവ പഠിപ്പിക്കുകയും അത് ദൈനംദിന ജീവിത പങ്കാളികളായിട്ട് ചെയ്യുന്നു. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഒബ്സർവേഷൻ നോൺ പാർട്ടിസിപ്പേഷനും പാർട്ടിസിപ്പേഷൻ ഉണ്ട്. പാർട്ടിസിപ്പേഷൻ എന്നാൽ ഒരു സ്ഥലത്ത് നിന്നിട്ട് കാണുകയും കേൾക്കുകയും കൃത്യമായിട്ട് ആ ബോധത്തിൽ വയ്ക്കും ഒക്കെ ചെയ്യുന്നു. ഫീൽഡ് വർക്ക് അതിന് എക്സാമ്പിളാണ്. അത്ര മാത്രമാക്കുക. നിങ്ങൾ ഓൺ വേർഡ്സിൽ നിങ്ങൾ കയ്യിൽ നിന്ന് എഴുതിയാൽ മതി. 3 മാർക്കിനാണ്. അതിൻ്റെ ചെറിയൊരു ഇതാണിത്. ഇത് ആ രീതിയിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് മാറ്റുക. ഇനിയിപ്പോൾ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ഈ ചാപ്റ്ററിന് എന്തായാലും ഈ 2 പോയിന്റ് എൻ്റെ മക്കൾ പഠിച്ചു പോകണം. ഫോറിൻ പോളിസിയും പഞ്ചശീൽ പ്രിൻസിപ്പിൾസും. കാരണം ഒരുപാട് തവണ ചോദിച്ചതാണ് ഫോറിൻ പോളിസിയിലെ ക്വസ്റ്റ്യൻസ്. ഫോറിൻ പോളിസി നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ വന്നതാണ്. പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഓരോ രാജ്യത്തോടും നമുക്കുള്ള എന്താണ് തത്വങ്ങളാണ്, ഓരോ വിദേശ നയങ്ങളാണ്. സാമ്രാജ്യത്വത്തോട്, കൊളോണിയൽ വ്യവസ്ഥയോട്, വംശവാദത്തോട്, ഐക്യരാഷ്ട്രസഭയോട്, സമാധാനപരമായ സഹവർത്തിത്വം, ഇതെല്ലാം വരുന്നതാണ്. ഈ പോയിന്റ്സ് മൊത്തം എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇത് പഠിക്കാൻ ഞാൻ എന്ത് ചെയ്യാറിയോ, ഈ പോയിന്റ് മൊത്തം ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് മാത്രം എൻ്റെ മക്കൾ നോക്കിയാൽ തന്നെ പഠിച്ചു ചെയ്യും. നോക്കിക്കോട്ടോ. ഞാൻ ആദ്യം എന്ത് ചെയ്യാം, മലയാളം എടുക്കാം. ഈ പോയിന്റ്സ് മൊത്തം ഞാൻ മലയാളത്തിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പോട്ടോ. ഒരു പോയിന്റ് പോലും മാറ്റുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ആലോചിച്ചാൽ മതി. നിങ്ങൾക്കൊരു ഏട്ടായിനോട് എന്തുണ്ട്, ക്രഷ് ഉണ്ട്. ഏട്ടായിന് ക്രഷായി നിങ്ങൾ അടിപൊളിയായി മാറിയിട്ടുണ്ടെങ്കിൽ വീട്ടിലറിഞ്ഞാൽ എന്താ അവസ്ഥ ഉണ്ടാവുക? സ്വാഭാവികമായിട്ട് നിങ്ങളെ വീട്ടിലറിയണമെങ്കിൽ വാപ്പ എടുത്ത് തച്ച് കൊല്ലാൻ മതി. അതൊക്കെ വേറെ കാര്യം, അത് പിടി. അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടാവുക, വീട്ടിലറിഞ്ഞാൽ ഉണ്ടാവുക ആദ്യം നിങ്ങളോ അമ്മ എന്ത് ചെയ്യും, 2 ചീരിയായിട്ട് മാറും. ചേരിയായി മാറല്ല, അമ്മ പറഞ്ഞ എല്ലാ കാര്യത്തിനും നമുക്ക് എതിർപ്പേക്കും. അമ്മ പറഞ്ഞ സാമ്രാജ്യത്തോട്, അമ്മ പറഞ്ഞ വംശവാദത്തോട്, അമ്മ പറഞ്ഞ കൊളോണിയൽ വ്യവസ്ഥയോട്. നമുക്ക് ആരോട് മാത്രം വിശ്വാസം ഉണ്ടാവുക, നമുക്ക് UN മാത്രം വിശ്വാസം ഉണ്ടാവുക. കാരണം UN അടുത്ത് പോയാൽ എന്താണ്, നമുക്ക് സമാധാനപരമായ സാവർത്തിത്വമാണ്. മാത്രമല്ല നമ്മൾ തമ്മിലൊരു പഞ്ചശീല തത്വങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ഇനി ആവശ്യം വന്ന് നമ്മൾ വിദേശത്തേക്കൊക്കെ എന്ത് ചെയ്യുക, പോവുകയും ചെയ്യുക. കണ്ടോ, ആ പോയിന്റ് കണക്ട് ചെയ്തോ. അപ്പം അമ്മയായ ചേരിയായിട്ട് മാറും. പിന്നെ അമ്മ പറഞ്ഞ 3 കാര്യത്തിന് എതിർപ്പേക്കും, സാമ്രാജ്യത്തോട്, വംശവാദത്തോട്, കൊളോണിയൽ വ്യവസ്ഥത്തോട്. ആരോട് മാത്രം വിശ്വാസം ഉണ്ടാവുക, എന്നോട് മാത്രം വിശ്വാസം ഉണ്ടാവുക, സമാധാനപരമായ സാവർത്തിത്വം ഉണ്ടാവുക. മാത്രമല്ല പഞ്ചശീല തത്വങ്ങൾ ഉണ്ടാവും. നമ്മൾ തമ്മിൽ വിദേശത്തേക്ക് ഊന്നലുണ്ടാവും. അതേ പോയിന്റ് തന്നെ കേട്ടോ. നോൺ അലൈൻമെന്റ് ആവും. അമ്മ പറഞ്ഞ 3 കാര്യത്തിൽ റെസിസ്റ്റൻസ് ചെയ്യും. ട്രസ്റ്റ് ഇൻ UN, പീസ്ഫുൾ കോയക്ഷൻ, പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് ആയിരിക്കും എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഈ പോയിന്റിൽ 4 പോയിന്റുകൾ എൻ്റെ മക്കൾ പഠിച്ചു വെച്ചോ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ആലോചിച്ച് വെച്ചല്ലോ. അതേപോലെ തന്നെ എൻ്റെ മക്കൾ പഠിക്കാനുള്ളതാണ്. അടുത്താണ് പഞ്ചശീല തത്വങ്ങൾ. ഇതും എൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പഞ്ചശീല ഏതെങ്കിലും 4 തത്വങ്ങൾ. അതാണ് ഏതൊക്കെയാണ്? മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ഈച്ച് അതർ, ടെറിട്ടറി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് സോവറിനിറ്റി, മ്യൂച്വൽ നോൺ അഗ്രഷൻ, പരസ്പരം ആക്രമിക്കാതിരിക്കുക, മ്യൂച്വൽ നോൺ ഇന്റർഫറൻസ് ഈച്ച് അതർ ഇൻ ഇന്റേണൽ അഫയേഴ്സ്, ആഭ്യന്തര കാര്യങ്ങൾ പരസ്പരം ഇടപെടാതിരിക്കുക, ഇക്വാലിറ്റി ആൻഡ് കോപ്പറേഷൻ ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ്, സമത്വം, പരസ്പര സഹായം എന്ത് ചെയ്യുക, പുലർത്തുക, പീസ്ഫുൾ കോയക്സിഷൻ, സമാധാനപരമായി സാവർത്തിത്വം പാലിക്കുക. മറ്റേ പഠിക്കാൻ ഞാൻ ഏട്ടായിൻ്റെ കഥ പറഞ്ഞു. ഇത് പഠിക്കാൻ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ആലോചിക്കാം. കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ഭർത്താവിന് ചെയ്യുന്ന കാര്യം മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ഈച്ച് അതർ, മ്യൂച്വൽ നോൺ അഗ്രഷൻ, ആക്രമിക്കാതിരിക്കും, മ്യൂച്വൽ നോൺ ഇന്റർഫറൻസ് ഓഫ് ഈച്ച് അതർ ഇന്റേണൽ ഓഫീസ്, ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാറില്ല. അതേപോലെ എന്ത് ചെയ്യും, ഇക്വാലിറ്റി ആൻഡ് കോപ്പറേഷൻ വിത്ത് മ്യൂച്വൽ, 2 ആൾക്ക് പരസ്പരം എന്ത് ചെയ്യും, സമത്വ ഇക്വാലിറ്റിയിൽ എന്ത് ചെയ്യും, സമാധാനപരമായിട്ട് സാവർത്തിക്കും. അതിൽ കണക്ഷൻ കണക്ട് ചെയ്യും മക്കളെ, ജീവിതം ആസ്വദിക്കും മക്കളെ. ഈ രീതി പഠിച്ചു വെക്കുക. അപ്പം
മ്യൂച്വൽ നോക്കിയാൽ മ്യൂച്വലിൻ്റെ 3-4 കാര്യങ്ങളുണ്ട്. മ്യൂച്വൽ, റെസ്പെക്ട്, ഇങ്ങനെ ആക്കി പഠിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഏകാലിൻ്റെ ക്ലാസ്സിന് മെഗാ മാരത്തോൺ ഞാൻ കാണിച്ചിട്ടുണ്ട്, അതിലെന്ത് ചെയ്യാം പഠിച്ചു വെക്കാം. അതേപോലത്തെ 9ാമത്തെ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻസിനെ കുറിച്ച് ചോദിക്കും, നിർബന്ധിത ചുമതലകൾ. ഇത് മൊത്തം പഠിച്ചു വെക്കണം. ഇത് എൻ്റെ മക്കൾ വരും. ഇതിൻ്റെ ഷോർട്ട് നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ ഏകാലിൻ്റെ ക്ലാസ്സിൽ മെഗാ മാരത്തോൺ ഞാൻ ഷോർട്ടാക്കി പറഞ്ഞിട്ടുണ്ട്. അത് ഇത്രയേ ഉള്ളൂ. ഈ പോയിന്റിൽ മൊത്തം പഠിച്ചു ചെയ്യുന്നത്, ഇതിൽ മൊത്തം അത് പഠിച്ചു കഴിയും. ഇത്രയേ ഉള്ളൂ. ഇതിലേക്ക് മൊത്തം പഠിച്ചു ചെയ്യും. അത് ഞാൻ ഇന്നല്ല പറഞ്ഞത്, അത് ഏകാലിൻ്റെ ക്ലാസ് പറഞ്ഞത് കേട്ടോ. നിർബന്ധിത ചുമതല ഏതൊക്കെ നോക്കിയാൽ ഇത്രയേ ഉള്ളൂ. ഒരു രാജ്യം നിർബന്ധമായിട്ട് ആ രാജ്യത്തെ വ്യക്തികൾക്ക് നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതാണ്. വിച്ച് കനോട്ട് ബി ഡിനൈഡ് ടു എ പേഴ്സൺ അറ്റ് എനി കോസ്റ്റ് അറ്റ് എനി ടൈം. നിർബന്ധമാണ്. പ്രൊട്ടക്ഷൻ ഓഫ് ബൗണ്ടറി, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ഇന്റേണൽ പീസ്, പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ജസ്റ്റിസ്. ഇത് പഠിച്ചു വെക്കണം. വിവേചനപരമായ ചുമതല വരുന്നതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത്, പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്, ഇംപ്ലിമെൻറ്റ് വെൽഫെയർ പ്രോഗ്രാംസ്, പ്രൊവൈഡ് ദ ട്രാൻസ്പോർട്ടേഷൻ. ഇതൊക്കെ എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിക്കണം. എക്സാമിന് ചോദിക്കുന്നതാണ്. ഈ ചോദ്യങ്ങൾ എല്ലാം നോക്കിയപ്പോൾ ഉറപ്പാണ് പറഞ്ഞ മാർക്ക് നമുക്ക് കിട്ടും. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് 12 മണിക്കൂർ ലൈവ് നിങ്ങൾക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും 10 മണിക്കൊക്കെ രാത്രി നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നാളെ ഞായറാഴ്ച രാത്രി നമ്മൾ ഏകാലിന് ഇതിനെക്കുറിച്ചുള്ള മൊത്തം കാര്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് മാത്രം വെച്ചിട്ട് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോകും. അത് അടിപൊളിയാക്കി മാറ്റം. നമുക്ക് ഒരു കാര്യം പറഞ്ഞാൽ മക്കളെ, നമ്മൾ പഠിച്ചത് എക്സാമിന് വരുള്ളൂ, നമ്മൾ പഠിപ്പിച്ചതേ വരുള്ളൂ. നന്നായിട്ട് പഠിക്കുക. എല്ലാ മക്കൾക്കും, എൻ്റെ എല്ലാ മക്കൾക്കും ഫുൾ A+ കിട്ടട്ടെ. സോഷ്യലിൽ എന്തായാലും നല്ല മാർക്ക് കിട്ടട്ടെ. അടിപൊളിയാവട്ടെ, ഉഷാറാക്കട്ടെ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മക്കൾ ഒരു കാര്യം കൂടിയും, മക്കൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരൊക്കെ പഠിക്കട്ടെ. ഈ ക്വസ്റ്റ്യൻസ് അവർ കേട്ടിട്ടുണ്ടാവില്ല. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ പഠിക്കട്ടെ, നല്ല മാർക്ക് വാങ്ങട്ടെ. മാത്രമല്ല ഇഷ്ടപ്പെട്ടാലൊന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് നിങ്ങൾ വാരി വലിച്ച് ചെയ്തിക്കോ. ഈ കമൻറ്റുകൾ വേണം എനിക്ക് ഏകാലിൻ്റെ മാരത്തോൺ ലൈവിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ആ കമൻറ്റുകൾ ഇടാൻ വേണ്ടി കൂടിയാണ്. നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റുകൾ ഇട്ടോ. നമുക്ക് പൊളിച്ചടിക്കുക, അടിപൊളിയാക്കി മാറ്റണം. ഈ തവണത്തെ സോഷ്യൽ എക്സാം നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ അടിപൊളിയാക്കി മാറ്റും. സോ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് വരികയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അടിപൊളിയാക്കുക, ലൈക്ക് ചെയ്യുക മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു. ഏകാലിന് അവിടെ വെച്ച് കാണാം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.